മമ്മൂട്ടിയെങ്കിൽ അച്ഛൻ ഇലക്ഷന് നിന്നപ്പോൾ അവിടെ ആലപ്പുഴയിൽ വന്നായിരുന്നു ഇലക്ഷൻ പ്രചരണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അച്ഛന് നാഷണൽ അവാർഡ് കിട്ടിയ സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ അച്ഛനൊരു സ്വീകരണം ഉണ്ടായിരുന്നു. അതിൽ മമ്മൂട്ടിയെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛൻ്റെ എല്ലാ ഇതിലും പിന്നെ ഇടയ്ക്കൊരു വെബ് പേജ്, അന്നൊക്കെ ഈ വെബ് പേജ് ഇതുണ്ടല്ലോ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഇങ്ങനെ വരുമല്ലോ. അപ്പം ആ വെബ് പേജിൻ്റെ ഉദ്ഘാടനത്തിന് മമ്മൂട്ടിയെങ്കിലിനെ ആയിരുന്നു അച്ഛൻ വിളിച്ചത്. അപ്പം ആ മമ്മൂട്ടിയെങ്കിലുമായിട്ട് നല്ലൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ കല്യാണത്തിനും അദ്ദേഹം വീട്ടിലാണ് വന്നത്. പക്ഷെ എന്തുകൊണ്ട് ആ ഒരു പണക്കം വന്നു നമുക്കും അറിയില്ല. അന്ന് അദ്ദേഹം അത് തന്നെ പറഞ്ഞു, നമുക്കും അറിയില്ല. അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ തുടക്കത്തിൽ വളരെ ഇമ്പോർട്ടന്റ് റോൾ കൈകാര്യം ചെയ്തത് സാറായിരുന്നു, മുരളി സാറായിരുന്നു. സോ അതൊക്കെ ഓർമ്മയാണ്. ഇല്ല, ഇങ്ങനെ ആ സംഘടനയ്ക്ക് അമ്മാന്ന് പേരിട്ടത് അച്ഛനാണെന്നറിയാം, അല്ലാതെ അതേ പറ്റിയൊന്നും. എനിക്ക് ആക്ച്വലി പുതിയൊരു അറിവായിരുന്നു അമ്മ എന്ന് പറയുന്ന പേര് സാറാണ്. അതെങ്ങനെയാന്ന് വന്നേന്നുള്ളത് അതേ കുറിച്ച് അറിയത്തില്ല, അങ്ങനെ അറിയില്ല പറയാൻ. ഓക്കെ, അപ്പോ ചേച്ചി ഒരുപാട് സന്തോഷമുണ്ട്. ചേച്ചിയുടെ വീടും ചേച്ചി ചുറ്റി കാണിച്ചു തന്നു. അതുപോലെ തന്നെ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് എനിക്ക് തോന്നുന്നു സാർ അവസാന സമയങ്ങളിലും ഒരുപാട് സ്ട്രെയിൻ ചെയ്ത്. കാരണം സാർക്ക് വയ്യാത്തത് പോലും പലരും സാർ വിട്ടുപിരിഞ്ഞു പോയതിനു ശേഷമാണ് അറിഞ്ഞത് എന്ന് പറഞ്ഞ് പല ന്യൂസ് ആർട്ടിക്കിൾസ് ഒക്കെ കണ്ടായിരുന്നു. സോ അത് എങ്ങനെയായിരുന്നു സാർ അത് പൊതുവെ ഫാമിലിയുടെ അടുത്തും ഡിസ്കസ് ചെയ്തില്ല? അച്ഛന് അങ്ങനെ ഒരു അസുഖം, ഒരു ഭയങ്കര ഒരു ക്രിട്ടിക്കലായിട്ടുള്ള അങ്ങനത്തുള്ള ഒരു അസുഖമുള്ള ആളൊന്നും അല്ലായിരുന്നു. ഡയബറ്റിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് സിനിമ ആദവനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷൂട്ട് വന്നിട്ട് ആഫ്രിക്കയിലാണ് നടന്നത്. അപ്പോൾ അവിടെ അന്ന് ആ സമയത്ത് നല്ല തണുപ്പുള്ളൊരു ടൈമായിരുന്നു. അപ്പോൾ അത് ന്യൂമോണിയായി മാറി. അപ്പോൾ ഈ ഡയബറ്റിക്സ് പേഷ്യൻസിന് ന്യൂമോണിയ വന്ന് അത് പെട്ടെന്ന് അത് അറിയാൻ സാധിക്കില്ലെന്നാണ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഒന്നിച്ച ഭക്ഷണം കഴിച്ച് പെട്ടെന്നൊരു ഷിവറിങ് പോലെ വന്നു. അപ്പം തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷെ അപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറഞ്ഞു അത് ലങ്സ് കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡായി, നമുക്കിനി ഒന്നും ചെയ്യാനില്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് വിശ്വസിക്കാൻ കാരണം അച്ഛൻ നടന്നു പോയി, ഒരു ദിവസത്തെ ഇതിലായിരുന്നു. അപ്പൊ നടന്നായിരുന്നു പോയത്. പക്ഷേ ഷിവറിങ് വന്നു, ജസ്റ്റ് ഒന്ന് വീണു. അപ്പം തന്നെ അച്ഛൻ എണ്ണീച്ചു, ഹോസ്പിറ്റലിൽ ഒന്ന് പോവാന്ന് പറഞ്ഞു. പിന്നെ ഡ്രസ്സ് ചെയ്ത് നമ്മൾ നടന്ന് കാറിൽ കയറിയായിരുന്നു ഹോസ്പിറ്റലിൽ പോയത്. അത് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും അവർ പറഞ്ഞു അത്രയും സ്പ്രെഡ് ആയിപ്പോയി, നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്ന സുപ്രഭാതത്തിൽ ഇങ്ങനെ വരുമ്പോ ചേച്ചിക്കും അമ്മയ്ക്കും ഉണ്ടാകുന്ന അത് എത്രത്തോളം ഭീകരമായിരുന്നു ആ ഒരു സംഭവം? അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇത്രയും സ്നേഹിച്ച് നാളെ നഷ്ടപ്പെടുമ്പോൾ അത് ഓവർകം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു. ഇപ്പോഴും ഓവർകം ചെയ്തു എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടില്ലെന്നോ. ഓരോ നിമിഷവും അച്ഛൻ്റെ മെമ്മറീസേ നമുക്കുള്ളൂ. എല്ലാം നമ്മൾ ആ ഓർമ്മയിലാണ് പോകുന്നത്, എന്ത് കാര്യം എടുത്താലും. എന്നുവെച്ചാൽ അങ്ങനെ